അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൽപ്പട്ടി ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആണ്. താമസവും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ അടിപൊളി വ്യൂ ആണെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാലോ? കാണാം. താമസമില്ലാത്ത എത്ര ഐലൻഡ് ഉണ്ട് ഇവിടെ? നമുക്ക് 2 ഐലൻഡ് ഉണ്ട്. അതാ ബോട്ട് റെഡിയാണ് നമുക്കുള്ളത്. ആ ബോട്ട് കയറിയിട്ടാണ് നമ്മൾ പോകണം കേട്ടോ. പോവാ പേടിയുണ്ടോ? പേടിയുണ്ടോ? എന്തിനു പേടിക്കണോ? ഞാനില്ലേ കൂടെ. നീന്തറിയോ? നീന്തം ഞാൻ നേരത്തെ കണ്ട് നമ്മള് നീന്തി. അടിപൊളിയാ. എത്ര ഇറക്കം വെള്ളം കുടിച്ച്? ഇല്ല, 1 ഇറക്കം വെള്ളം കുടിച്ചില്ല. ഇവിടെ മറ്റേ ഗ്ലാസ് ഇട്ടതുകൊണ്ട് 1 വെള്ളം കൂടെ ഇറങ്ങിയില്ല, അല്ലെങ്കിൽ മുക്കയില്ലേ? അപ്പൊ ഇതാണ് ഗ്ലാസ് ബോട്ട്. ഇതിൽ ചവിട്ടാൻ പറ്റൂ? ഗ്ലാസ് ചവിട്ടാൻ പറ്റുമോ? ഇതാണ് ഗ്ലാസ് ബോട്ട്. കണ്ടില്ലേ? ഇതിൽ നമുക്ക് അടിയിലെ ഫുൾ വ്യൂ കാണാം. അടിയിലെ എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിൽ കാണട്ടോ. നിങ്ങളുടെ പേരെന്താ? അഹമ്മദ്. നമ്മൾ അഹമ്മദ് ഖാന്റെ കൂടാട്ടാ പോകുന്നത്. നിങ്ങളെ പേരാ? സക്കറിയ. നിങ്ങളെ ബോട്ടാണ്? ആയിക്കോട്ടെ. അപ്പൊ എന്നാ പോയി നോക്കല്ലേ? അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് മുഴുവൻ ആ കാണുന്നതൊക്കെ ആമയാട്ടോ. വലിയ ആമകൾ ഒരുപാടുള്ള ഒരു ഏരിയ ആണ്. നമുക്കിപ്പോ കുറച്ചുകൂടി മുന്നോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് നോക്കി കാണാം. നമ്മളിങ്ങനെ നോക്കി കറക്റ്റ് നോക്കിയാൽ കറുപ്പണിയാണ് കാണാം. അതൊക്കെ ആമയാട്ടോ, വലിയ ആമയാ. അങ്ങനെ മോള് ഒന്നതാണ് സംഭവം. വൈബ് തന്നെ കേട്ടോ. ഫുള്ള് ആമകളാ. ഈ കാണുന്നതൊക്കെ ആമയാട്ടോ. ഈ കറുത്ത അടയാളതാ അവിടെ ഈ കാണുന്നത് കണ്ടില്ലേ? കറുത്തി അമ്മ കാണില്ലേ? വെയിലടിച്ചത്. ഇത് ആമയാണ്. ചാടട്ടെ. ആമനെ പിടിച്ചേ. റെസ്ട്രിക്റ്റഡ് ഏരിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എയർപോർട്ടിന്റെ ഏരിയ ആണ് ഇതാ ഈ കാണുന്നത്. ഇവിടെ എയർപോർട്ടാണ്. എയർപോർട്ടിന്റെ റൺവേ ഇവിടെയാണ് തീരുന്നത്. ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് പോവുക. എനിക്ക് ഇവിടെ ബോട്ടിൽ വന്നു കഴിഞ്ഞാല് ഒടുക്കത്തെ വ്യൂ ആയിരിക്കും ആ സമയത്ത്. അപ്പൊ നമ്മൾ ആ ഐലൻഡിലോട്ടാണ് പോണതാ. ഇവിടേക്ക് കടലിൽ ലേശം പ്രശ്നമാവുന്നുണ്ട്. ഞാൻ ഇറങ്ങി പോവുകയാണ്. ലൈവായി ഇപ്പൊ പിടിച്ച സാധനമാണ് ആ ചൂടിലിട്ട്. പടക്കുന്ന സാധനം, പടക്കുന്ന ഒറിജിനൽ സാധനം. പടക്കുന്ന കണ്ടോളിയാ. പടക്കി ആക്കണം. പടക്കുന്നുണ്ട്. ഈ കണക്കിന് പടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണ് വെള്ളത്തിന്റെ ഒരു ക്ലാരിറ്റി. വാട്ടർ ഗ്ലാസ് ഒക്കെ തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടാൻ വേണ്ടിട്ട്. ക്ലീൻ ആക്കുന്നതിനനുസരിച്ച് നല്ല വ്യൂ ആയിരിക്കും. അപ്പൊ തന്നെ കണ്ടില്ല നിങ്ങള്? ആ കാണുന്ന ഒരു വാ തുറന്ന പോലെ നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ പവിയോ മുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ ലോക്കാണ്. അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഡോറടി. നമ്മളിന്റെ സാധനം എടുത്തില്ലല്ലോ. ഉണ്ടാവില്ലല്ലേ? ഇവിടെ നമ്മൾ നിൽക്കുന്ന ആയല്ലോ അല്ലേ? കണ്ടതാ മീനൊക്കെ ലൈവായിട്ട് കടലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ നീന്തി തുടിക്കാണ്. ഈ സാധനം കണ്ടതാ? അത് എടുക്കാൻ പറ്റുമോ? ഞാൻ കാണുന്നുണ്ട്. ഏത് ഈ ബ്ലാക്കാ? പിടിക്ക്. അതിന്റെ ഡയമണ്ട് ഒക്കെ ഉണ്ടാകും. അങ്ങനത്തെ അതിനുള്ളിൽ ഉണ്ടാവും. അപ്പൊ നമ്മളെ പിടിച്ചു നോക്കിയാലോ? പിടിക്കാൻ പറ്റുമോ? എന്താ ഒന്ന് അവിടെ നോക്കട്ടെ. ഈ സാധനം ബ്ലാക്ക് അങ്ങനെ ലൈൻ വരുന്നത് മക്കളെ. ഇതിന്റെ ഉള്ളിലൊക്കെ ആണ് ഡയമണ്ട്. ഇളകി കളിക്കുന്നതാ.
ഇളകി കളിക്കുന്നതാ. അതിനുള്ള ഡയമണ്ട് ഉണ്ടാവും, ചാൻസ് ഉണ്ട്. കുത്തിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഗ്ലാസ് ആസ്വദിക്കുന്ന ആദ്യമായിട്ടാണ് കണ്ടപ്പോലെ സ്റ്റാർ ഫിഷ് എന്തെങ്കിലും ഒരു സാധനം പിടിച്ചാൽ സാധനത്തിൽ പിടിച്ചതേ. അതിന്റെ പേര് അതിന്റെ സ്റ്റാർ കാണണമെങ്കിൽ അത് എടുത്തിട്ട് തിരിച്ച് പിടിച്ചാലാണ് സ്റ്റാർ കാണുന്നത്. ആദ്യം മൂപ്പര് ചാട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ചാലഞ്ച് തരാം. ആദ്യം മൂപ്പര് നിങ്ങൾ ചാടണം. മീനും ഉണ്ടാവില്ല കയ്യില്. നോക്ക് നോക്ക്. വലിയ കാത്തുണ്ട്. ഓക്കെ സെറ്റ്. നൈസായിട്ട് പണി കൊടുക്കല് ഇങ്ങനാണ് പണി കൊടുക്കല്. മോനെ സക്കരിയ അനക്കുള്ള പണി പോലെ പോലെ പോയി മോനെ നോക്ക്. ഉള്ളിലേരി സക്കരിയ മോനെ സ്റ്റാറ് എവിടെ സ്റ്റാറ് സ്റ്റാറ് സ്റ്റാറിന്റെ ഫിഷ് ആയിട്ടാ വരുന്നത്. എടുത്തു വാ, മോളോട് വാ. ഇത് ശരിക്കും ഒറിജിനൽ സാധനം. മീനല്ല അത്, മീനല്ല ഒരു ജീവനുള്ള വസ്തുവാണ്. എന്താ ഫിഷ് ആണെന്ന് പറയുന്നത്. അത് ടൈപ്പിലുണ്ട്, സ്റ്റാർ പോലുള്ളതുണ്ട്. ഇത് അല്ല അത് കൊടുക്കണ സീൻ കൂടി വേണ്ടി. ജീവനുള്ള സാധനം കേറല്ലേ കേറല്ലേ. അപ്പൊ അതാണ്ടോ സ്റ്റാർ ഫിഷ് എന്ന് പറയുന്ന സാധനം. ഒരു ജീവനുള്ള ഫിഷാണ്. നിങ്ങൾക്ക് തരുന്ന സീമാണോ? മുമ്പിൽ കൊടുക്കും, അയാൾക്ക് കൊണ്ട് കൊടുക്കട്ടെ. അയാൾക്ക് സഹിക്കല്ലേ, അയാൾക്ക് ഫിഷ് എടുത്തിട്ടാണ് പറഞ്ഞത്. സക്കരി അതെന്താ? അപ്പൊ നമ്മളിത് ആ കൽപ്പത്തി ഐലൻഡിൽ എത്തിട്ടോ. അപ്പോ ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. ഈ ഒരു ആൾതാമസം ഇല്ലാത്ത ഒരു ഇത് ദ്വീപിൽ കണ്ടില്ലേ കുറെ മരങ്ങൾ. അപ്പൊ നമ്മൾ ചോദിച്ചായിരുന്നു എന്താ സംഭവം. അപ്പൊ ബേപ്പൂരിൽ വന്ന ഒരു വഴി തെറ്റിയിട്ട് ഇവിടെ വന്ന് ഇടിച്ച് സംഭവം തകിട് മറിഞ്ഞു പോയ സംഭവമാണ്. കണ്ടില്ല നിങ്ങള്? ഒരുപാട് മരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഉരുവിന്റെ അടിഭാഗമാണ് കാണുന്നത്. കണ്ടോ, ചരക്കൊരു വന്ന സാധനമാണ്. എല്ലാം നശിച്ചു പോയി. ആ ഒരു എത്ര വർഷമായിന്നാ പറഞ്ഞേ? 3 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. കണ്ടില്ലതാ ഫുള്ള് ഇവിടെ ഇടിച്ച് പാറപ്പുറത്തോട്ട് ഇടിച്ചിട്ട് മറിഞ്ഞിട്ട് നാശകോശമായിട്ട് വലിയൊരു ബോട്ട് കണ്ടോ. ഇവിടെ ആൾതാമസം കാര്യങ്ങളൊന്നുമില്ല. രാത്രി എങ്ങനെ വഴി തെറ്റി റഡാറിനിട്ട് തെറ്റി എന്തോ സംഭവമായതാണ്. ഏതായാലും സാധനമല്ല കയ്യിൽ നിന്ന് പോയിക്കുന്നു. ഇതാണ് അവിടെ കിളികളൊക്കെ ഉണ്ടല്ലേ? അവിടെ കാക്ക ഉണ്ടോ? കാക്ക എങ്ങനെ വരുന്നാ? ഷിപ്പിൽ കയറി വരുന്നോ വിമാനത്തിൽ കയറി വരുന്നോ? അപ്പൊ ഷിപ്പിലേക്ക് ടിക്കറ്റ് എടുക്കാണ്ട് കള്ളവണ്ടി കയറി വന്നിട്ട് കുറെ കാക്കമാരുണ്ട് ഇവിടെ. ഈ കാക്ക അല്ലട്ടോ ഞാൻ പറഞ്ഞു. ഈ കാക്ക നല്ല, ഈ കാക്ക ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റിൽ വന്ന അടിപൊളി സ്ഥലം അല്ലേ. നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ഈ സ്ഥലത്ത് ഫുള്ള് ആൾക്കാരൊക്കെ ഓരോരോ മരത്തിന് ചോട്ടില്ലു അല്ലേ. സരോവരം, ലൈക്ക് സരോവരം. നമ്മളെ നാട്ടിൽ ഇത് സരോവരം. ആ ഊഞ്ഞാലുണ്ട് വരി. അതാ ഊഞ്ഞാല ടിക്കറ്റ്. ഞാനാട്ടോ ആദ്യം അങ്ങോട്ടേക്ക് മാറി ഞാനാടാ. ഞാനല്ല ആദ്യം കണ്ട്. അയാൾ വിൽക്കുകയാണെങ്കിൽ എനിക്കൊരു വീഡിയോ കിട്ടി. ഞാൻ ആ വീഡിയോ ലൈവായിട്ട് എടുത്തിട്ട് എങ്ങനെ സാധിക്കുന്നത്? എവിടെ ചെന്നാലും എന്തെങ്കിലും ഒരു സംഭവം കിട്ടല്ലോ. മാസല്ലും ഇവിടെ അണ്ടേലും ഇല്ലേലും ഇവിടെ നമ്മൾ വരുന്നുണ്ടെങ്കിൽ തെളിവതാ. പ്ലാസ്റ്റിക് നല്ലോണം ഉണ്ട് കേട്ടോ. വരുന്ന ആൾക്കാരൊക്കെ നല്ലോണം പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നല്ലോണം കെയർ ചെയ്ത് കൊണ്ട് നടന്നാലോ. സത്യം പറയാട്ടോ, പ്ലാസ്റ്റിക് ബോട്ടിൽ ഇങ്ങനെ നിറച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മളെ ഇത് നശിച്ചു പോയി. നമ്മളെ നാട് പോലെ തന്നെ ആയിപ്പോയി. നോക്കാം, ആ പാറിന്റെ മുകളിലാണ് 3 വർഷം കുറച്ച് അതിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് നമ്മൾ ആ ഭാഗത്തൊക്കെ കണ്ടത്. ഇതാണ്ട് ആ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഉരുവിന്റെ ബാക്കി ഭാഗമല്ല, മെയിൻ ഭാഗം ഇവിടെ ബീച്ചിൽ ഇപ്പോഴും കിടക്കാണ്. കടലിൽ ഇവിടെ എവിടെ ഇടിച്ചിട്ട് ബാക്കിയുള്ള കഷ്ണം തവിട് കൂടിയിട്ട് അവിടെ കയറി പോകുന്നതാണ്. ഏതായാലും ഒരുപാട് ആൾക്കാർ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആളപായൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കേട്ടത്. അപ്പോൾ അത്രയൊക്കെയാണ് കൽപ്പത്തി ഐലൻഡിലെ വിശേഷങ്ങൾ. ബാക്കി ഐലൻഡിലെ കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ
ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഒന്ന് വെക്കുക. വീഡിയോകളൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.